ഹായ് ഓൾ, വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയറുടെ കരിയർ അത് ഒരിക്കലും പൂർണ്ണതയിൽ എത്താത്ത കരിയറാണ്. പറയാൻ കാരണം നിരന്തരം പരിക്കുകൾ വേട്ടയാടിയ ഒരു താരമാണ് നെയ്മർ ജൂനിയർ. നെയ്മറുടെ കരിയറിലെ ഏറ്റവും വലിയ വില്ലൻ ആരാണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം പരിക്ക് തന്നെയാണ്. ഇപ്പോഴും പരിക്കും വെച്ചുകൊണ്ടാണ് നെയ്മർ ജൂനിയർ കളിച്ചിട്ടുള്ളത്. പക്ഷേ ഈ പരിക്കിൻ്റെ പ്രശ്നങ്ങൾക്കിടയിലും നല്ല രൂപത്തിലുള്ള നേട്ടങ്ങൾ സ്വന്തമാക്കാൻ നെയ്മർക്ക് സാധിച്ചിട്ടുണ്ട്. കരിയറിൽ ആകെ 450 ഗോളുകൾ നെയ്മർ പൂർത്തിയാക്കി കഴിഞ്ഞു. ഇന്നത്തെ മത്സരത്തിൽ ഒരു കിടിലൻ ഹാട്രിക്കാണ് നെയ്മർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഇടത് കാൽമുട്ടിന് മെനിസ്കസ് ഇഞ്ചുറി ഉണ്ടായിട്ട് പോലും മികച്ച പ്രകടനം നെയ്മർ പുറത്തെടുക്കുന്നു. അവസാനത്തെ 2 മത്സരങ്ങളിൽ നിന്ന് 4 ഗോളുകളും ഒരു അസിസ്റ്റുമാണ് പരിക്കും വെച്ചുകൊണ്ട് നെയ്മർ ജൂനിയർ സ്വന്തമാക്കിയിട്ടുള്ളത്. ഏതായാലും നിലവിൽ ഫുട്ബോൾ ലോകത്തുള്ള ആക്റ്റീവ് താരങ്ങളിൽ കരിയറിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയ 9ാമത്തെ താരം അത് നെയ്മർ ജൂനിയറാണ്. അതിൻ്റെ വ്യക്തമായ കണക്കുകൾ നമുക്കൊന്ന് പരിശോധിക്കാം. ക്രിസ്ത്യാനോ റൊണാൾഡോ 954 ഗോളുകൾ നേടിക്കൊണ്ട് 1ാം സ്ഥാനത്ത് തുടരുകയാണ്. ആക്റ്റീവ് താരമാണ്. 2ാം സ്ഥാനത്ത് മെസ്സി വരുന്നു, 896 ഗോളുകൾ. ലെവൻഡോസ്കി 3ാമത്, 723 ഗോളുകൾ. സുവാരസ് 4ാമത്, 600 ഗോളുകൾ. കരീം ബെൻസിമ 509 ഗോളുകൾ. ഹാരി കെയ്ൻ 484 ഗോളുകൾ. എഡിൻസൺ കവാനി 463 ഗോളുകൾ. എഡിൻ സക്കോ 454 ഗോളുകൾ. ഇവർക്കൊക്കെ ശേഷമാണ് നെയ്മർ ജൂനിയർ വരുന്നത്, 450 ഗോളുകൾ. അതിനുശേഷം ഹൾക്ക് വരുന്നു, 450 ഗോളുകൾ ഹൾക്ക് സ്വന്തമാക്കിയിട്ടുണ്ട്. ഒഫീഷ്യൽ ഗോളുകളുടെ കണക്കുകളാണ് ഇത്. ഏതായാലും പരിക്കിൻ്റെ പ്രശ്നങ്ങൾക്കിടയിലും കൂടുതൽ ഗോളുകൾ നേടാൻ നെയ്മർ ജൂനിയർക്ക് കഴിയുന്നു എന്നുള്ളതാണ്. 450 ഗോളുകൾ അദ്ദേഹം പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ സമീപ വർഷങ്ങളിൽ ഭൂരിഭാഗം മത്സരങ്ങളിലും നെയ്മർ ജൂനിയർ പുറത്തിരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. പക്ഷേ കളിക്കുന്ന സമയത്ത് നെയ്മർ ജൂനിയർ എപ്പോഴും മികച്ച പ്രകടനം നടത്താറുണ്ട്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.